അപ്പോൾ ഗൈസ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കൂടി കഴിക്കണം. ഫുഡ് കൂടി കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവരുടെ വീട് ഇത് പഴയ ഒരു നേപ്പാളി വീടാണിത്. കൊള്ളാം. ഫുള്ള് കല്ല് വെച്ചാണ് ഉണ്ടാക്കിയത്. ഈ ഷെയ്ഡ് കണ്ടില്ലേ, ഈ ഷെയ്ഡൊക്കെ ഒറിജിനൽ കല്ല്. ആ കല്ല് കൊത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുക്കി വെച്ചിട്ടാണ് ഒരു വീടുണ്ടാക്കിയത്. പാളി പൊളിയാക്കിയിട്ട് മുകളിലത്തെ കല്ലും അതുപോലെ തന്നെ കല്ലും മണ്ണും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഈ വീട് തന്നെ ഉണ്ടാക്കിയത്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി എന്താണെന്ന് എനിക്കറിയണ്ട. ഇവിടുത്തെ ഭൂരിയിൽ നടുവിൽ എന്തിനാണ് ഇത്ര ഒരു ഓട്ടം എനിക്ക് മനസ്സിലായില്ല. അതാണ് സാധനം. ഭൂരിയുണ്ട്, മുട്ടയുണ്ട്, കറിയുണ്ട്, ചായയുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചായ കുടിക്കാൻ കുറച്ചങ്ങ് വൈകിപ്പോയി. ഫോണാവുന്നവരെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നു, അതുകൊണ്ടാണ് വൈകിപ്പോയത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വഴി ഇതാണെന്ന് തോന്നുന്നു. ചേച്ചിനോട് ചേച്ചി പറഞ്ഞാൽ നേരെ വിട്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല. എന്തായാലും പോയി നോക്കാം. പോകുന്ന സ്ഥലം കണ്ടില്ലേ, ഫുള്ള് കല്ലും മണ്ണും അയ്യാ ആണ്. വീ നോക്കിയേ. ഇത് കണ്ടാൽ എന്തായാലും നമുക്ക് എങ്ങനെയാലും ബേസ് ക്യാമ്പ് അടിക്കാണ്ട് തിരിച്ചു പോകാനുള്ള ആ ഒരു തോന്നൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ റൂട്ട് ചോദിക്കാൻ ഈ പട്ടിക്കാട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അയ്യോ, രണ്ട് വഴി. ഈ വഴിയാണോ ഈ വഴിയാണോ? അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും മാക്സിമം ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചവിടെ ടെൻറ്റിലൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ടെൻറ്റിലടിക്കാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാണ് രാത്രി. അപ്പോൾ എന്തായാലും റൂമായാലും ഫുഡായാലും അങ്ങനെ എടുക്കണം. പോരാത്തന് ഗ്യാസ് സ്റ്റവ് ഒക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചേ. പക്ഷേ നേപ്പാളിൽ ചീപ്പാന്ന് വെച്ച് നേപ്പാളിൽ വന്നിട്ട് വാങ്ങാമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അത് നമ്മുടെ നാട്ടിലൊരു 450 രൂപ ആമസോണിൽ നോക്കിയാൽ വിത്ത് സിലിണ്ടർ കൂടിയ ഗ്യാസ് സ്റ്റവ് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ എന്താക്കി, നേപ്പാളിൽ പൈസ കുറവാണല്ലോ, അപ്പോൾ നേപ്പാളിൽ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അതെന്തായി, മൂഞ്ചി. ഇവിടെയാണ് കുറഞ്ഞതവന്മാർ പറയുന്നത് ഇന്ത്യൻ റുപ്പി 900. അതായത് നേപ്പാളി 1500 പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി 900 വരും. അപ്പോൾ 900 ഇവന്മാർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു എല്ലാ ദിവസവും റൂം എടുത്ത് താമസിക്കാൻ നമ്മളെടുത്ത് ഫണ്ടില്ല. അതുകൊണ്ട് എന്താക്കണം, നേരത്തെ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് അടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് അടിക്കണം. അന്നപൂർണ ട്രക്കിലേക്കുള്ള ഫസ്റ്റ് കവാടം, അത് ഗേറ്റ്. ഇത് ഗേറ്റ് നമ്പർ 3 ആണ്. ഇതാണ് ഗേറ്റ് നമ്പർ 3. ഇവിടെ നിന്ന് ചെരിഞ്ഞ് നോക്കിയാൽ നമുക്ക് അതാ അന്നപൂർണ കാണാം. ഇപ്പോൾ സൂര്യൻ്റെ ഇതായതുകൊണ്ട് നല്ല കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ വഴിയല്ല, ഫുൾ സ്റ്റെപ്പാണ്. അതാണ് നമുക്ക് പെട്ടെന്ന് ടയർഡാവുക. ശരി, ഫുള്ള് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പണ്ടര സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. നമ്മൾ റൂട്ട് മൊത്തം സ്റ്റെപ്പാണ്. ഇതിപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇത്ര മറ്റേ എന്താ കോൺക്രീറ്റൊക്കെ ഉള്ള ചെയ്ത സ്റ്റെപ്പ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പൊന്നുമില്ല. നമ്മൾ ഗാന്ത്രൂക്ക് വില്ലേജ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോർഡാണിത്. ഓക്കെ, ഇതാണ് ആ ബോർഡ്. അപ്പോൾ ഗാന്ത്രൂക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 6 മലയാളികൾ കിട്ടിയിട്ടുണ്ട്. മലപ്പുറംകാരാണ്. പേരെന്താ? മിർസാദ്. ബ്രോയിൻ്റെയാ? പാരിസ്. ഓക്കെ, ബാക്കി 4 പേര് ഫ്രണ്ടിലാണ്. അവർ ഓവർടേക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഒറ്റയ്ക്ക് വന്ന വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷേ അത് ഭയങ്കര കഷ്ടമാണ്. ഞാനിപ്പോൾ ഈ പാലം 2ാമത്തെ തവണയാണ് കയറി ഇറങ്ങുന്നത്. നമ്മൾ ട്രൈപോഡ് ഓപ്പോസിറ്റ് വെച്ച് നടന്ന് തിരിച്ച് വന്ന് 2ാമത് ട്രൈപോഡ് എടുത്ത് നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടുത്തെ പിള്ളേരുടെ അവസ്ഥ ആയിരിക്കണം. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോവില്ല. ഇവിടെ കൊടും തണുപ്പ്. പിള്ളേർ സ്കൂളിൽ പോയി നോക്ക്. ഹായ്, क्या क्या क्लास है? विच स्टैंडर्ड? 6. दोनों? हाँ 6 दो 6. ओके बाय.
ഇത്രയും ട്രെക്ക് ചെയ്ത് വന്ന്. അതാണ് ആ കാണുന്നതാണ് ഗാന്ധർവുക്ക്. അവിടുന്ന് ഈ വഴി കൂടിയാണ് നമ്മൾ കയറി വന്നത്. അതാണ് നമ്മൾ വന്ന മല. നമ്മളിപ്പോൾ സൺസ്ക്രീമും ലിബാമൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം നല്ല വെയിലുണ്ട്. ഇപ്പോൾ സീനായിരിക്കും. പിന്നെ വെള്ളത്തിൽ നമ്മൾ മിനറൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു 1.5-3 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്യാനാണ് പ്ലാന്. എന്നിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. എന്ന മലയാണ് മാച്ച് പുച്ചാരി. പുച്ചാറിന് എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനെ എന്താണ് അതിന് പറയുക. ആ കാണുന്നതാണ് നമുക്ക് അന്നപൂർണ്ണയും. ഇവിടുത്തെ മരങ്ങളൊക്കെ തണുത്തിട്ടാണ്, ഒരു പച്ചപ്പുള്ള സാധനം ഫുള്ളുണ്ട്. നോക്കിയാൽ തന്നെ കാണാം. നമ്മളവിടുത്തെ മരം പോലത്തെ ഫ്രഷ് തൊലിയല്ല, ഇവിടെ സെപ്പറേറ്റ് വേറെ തൊലിയുണ്ട്. എനിക്കൊന്ന് മരത്തിൻ്റെ ഒക്കെ തെർമലാന്ന് തോന്നുന്നത് പച്ചപ്പുല്ല്. അപ്പോൾ നമുക്ക് ചുങ്ക്രോങ്കിലേക്ക് 5 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇങ്ങനെ സിസ്സാക്കായിട്ടാണ് ഈ കുന്നിറങ്ങി വന്നത്. ഫുൾ ഇറക്കമാണ്. നമ്മൾ കയറ്റമൊക്കെ കയറി കഴിഞ്ഞു, ഇനി ഇറക്കം. അത് കഴിഞ്ഞ് ഇനി കയറ്റം, അത് കഴിഞ്ഞ് വീണ്ടും ഇറക്കം. ഫുള്ള് നടന്നു തന്നെ. അപ്പോൾ ഇനിയുണ്ട് 5 കിലോമീറ്റർ അങ്ങനെ എത്താനുണ്ട്. അവിടെ ഫുള്ള് കാടാണ്, എവിടെ നോക്കിയാലും കാടാണ്. ആ മരങ്ങളുടെ ഇടയിൽ കൂടെ നോക്കിയാൽ കാണാം നമുക്ക് അന്നപൂർണ്ണന. ഫോണൊക്കെ ഫ്രീസറിൽ വെച്ച പോലെ ആയിപ്പോയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തും പോകണ പോകത്തില്ല, തീലങ്ങനെ ഉണ്ട് വരും അമ്മാതിരി. വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. നീണ്ടൊരു മലയിറക്കത്തിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് റെസ്റ്റിൻ്റെ സ്ഥലം. ഒരു നല്ല എവിടുന്ന് വേണം നമ്മൾ കുടിക്കാനുള്ള വെള്ളവും സെറ്റാക്കാൻ. നമുക്കിവിടെ നോക്കിയാൽ മലയൊന്നും കാണില്ല. അന്നപൂർണ്ണയ്ക്ക് ഈ മലേൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ആ പോകുന്ന ഈ വഴിയൊക്കെ കയറി പോകണം. കുറേ പോകാണ്ട്, ഇനിയും കുറേ പോകാണ്ട് നമുക്ക്. അപ്പോൾ ഇനി വെള്ളം ഫില്ലാണ്. നമ്മൾ 5 ലിറ്റർ വെള്ളം തീർന്നു. അപ്പോൾ നമ്മൾ ഈ പുഴയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇത് മുകളിൽ നിന്ന് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എന്തായാലും കുടിക്കുക, വേറെ നിർത്തിയില്ല. റെസ്റ്റിന് ശേഷം നമ്മൾ രണ്ടാമതും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളമൊക്കെ ഫില്ല് ചെയ്തു. കുറച്ച് ബദാം സാധനമൊക്കെ നട്ട്സൊക്കെ നമുക്ക് കഴിച്ച് ഇനി പോകാനായിരുന്നു. എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ കയറ്റമൊക്കെ ഇറങ്ങി വന്ന് താഴെ ഒരു ഫിഷ് ഫാമാണിത്. എന്താ കാണുമ്പോൾ ഒരു ഒറ്റ ഏറിന് കല്ലിട്ട് എറിഞ്ഞ് കൊല്ലാൻ തോന്നുന്നുണ്ട്. എറിഞ്ഞ് വന്നാൽ ചങ്ങായി നമ്മളൊന്ന് കൊല്ലും. നല്ല വലുപ്പുണ്ട്. ഇതെന്ത് മീനാണാവോ? നാം ക്യാ ഹേ മീൻ കാ? മച്ചലിക്ക നാം മഞ്ചി. അപ്പോൾ ഈ മീനിൻ്റെ പേര് മഞ്ചി എന്നാണ്. മഞ്ചി. ഓക്കെ, മഞ്ചി മീനാണിത്. മഞ്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നല്ല ആക്ടിവേറ്റാണ്. ടപ്പാന്ന് പോകുന്നുണ്ട്. സ്ഥലം നോക്ക്. ഇപ്പോൾ വെള്ളം അധികം ഇല്ലയെന്ന് തോന്നുന്നു. മഞ്ഞുരുക്കി വെള്ളമായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇത്ര വെള്ളമുള്ളൂ. പക്ഷേ ഈ പാലത്തിൽ ഫുൾ ക്രോസിലൊരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് നമ്മൾ കയറണം. വേണേൽ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോവുകയും ചെയ്യാം, ബ്രിഡ്ജ് കയറുകയും ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് പോവാം. നമ്മൾ താഴെ കുന്നെല്ലാം ഇറങ്ങി താഴെ വന്ന് നല്ല സെറ്റ്. ഇനി അങ്ങോട്ട് പോയാൽ തണലുണ്ടാവില്ല, ഫുള്ള് വെയിലായിരിക്കും കേട്ടോ. ആ വഴി വേണം നമ്മൾ കയറി പോവാൻ. വിചാരിക്കുന്നില്ല, നല്ല കറക്റ്റ് വെള്ളം. എനിക്കൊന്നും ഇത് മഞ്ഞുരുങ്ങി വരുന്നതായിരിക്കും മിക്കവാറും. കാരണം ആ മലേൻ്റെ സൈഡിലാണ്, അവിടെയാണ് നമ്മൾ അന്നപൂർണ്ണയും സാധനങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ വരാൻ ചാൻസ്. എന്തുകൊണ്ടും സെറ്റാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് കുളിക്കാണ്ട് അങ്ങനെ പോകും. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ പോവാണെന്ന്. ഒരുത്തൻ ആദ്യം ചാടാൻ റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ട്? ഐസ് ബാത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഐസ് ബാത്തില്ലേ, നമുക്ക് എത്ര ഐസും കട്ടിട്ടിട്ട് നമ്മൾ ഐസും കട്ട എത്ര പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിലിട്ടാലും ഇതിൻ്റെ അത്ര വരില്ല. അമ്മാതിരി തണുപ്പെന്ന് വെച്ചാൽ ഒന്നും കഴപ്പല്ല. യെസ്, കഴപ്പ് തന്നെ. ഇവിടെ വന്നിട്ട് ഇവിടെ കുളിക്കാണ്ട് പോയാൽ എന്ത് കഴപ്പ് കാണിക്കല്ലേ. അതാ ഈ സുഖം അത് വേറെ കിട്ടില്ല. വെള്ളത്തിൽ കാല് കുത്താൻ നമുക്ക് പറ്റില്ല. ഞാൻ പരമാവധി എൻ്റെ മേലെ ഒരു 10-15 സെക്കൻഡ് 30 സെക്കൻഡ് ഞാൻ മിക്കവാറും മുക്കി വെച്ചിട്ടുണ്ട് മേല്. പക്ഷേ തല മുക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. തല മുക്കിയപ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്തെത്തി വരെ ഫുള്ള്. എനിക്കിപ്പോൾ
ഈ ചെവി, ഈ 2 ചെവി എനിക്ക് തൊടുന്ന അറിയുന്നില്ല, എൻ്റെ കൈ അറിയുന്നില്ല. അമ്മ കൈയൊക്കെ ചോന്ന് കിടക്കുന്നത് അമ്മാതിരി സാധനം. നമ്മൾ ഐസ് ബാത്തൊക്കെ ഇതിൻ്റെ ഐസ് ബാത്ത് അല്ല ശരിക്കും, ഇല്ലേ? നമ്മൾ കാണുന്ന അവിടെയാണ് മഞ്ഞുമല. ആ മഞ്ഞുമലയിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളമാണിത്. അവിടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിന് ആവശ്യം ഇത്ര ദൂരം വന്നിട്ട് കഴപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, പൈസ ഇത്രേ ഉള്ളൂ. കഴപ്പ് കാണിച്ചില്ല, ഇനി എപ്പം കാണിക്കാനാണ്? 30 ദിവസം ഞങ്ങൾ കഴപ്പില്ല, തീർന്നു. മനസ്സിലുണ്ടാകും, പക്ഷേ കാണിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എന്താക്കുക, കാണിക്കുക, ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. നമുക്ക് ഈ ചെറിയൊരു പാലം കയറിയിട്ട് വേണം പോവാൻ. മുന്നുള്ളൊരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചിമ്രൂങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നടക്കാണ്ട്. ഇവിടെ നമ്മൾ ചിമ്രൂങ്ങിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്ക് 3 മണിക്കൂർ കാണിക്കുന്നുണ്ട് നടക്കാൻ. അപ്പോൾ ബ്രേക്കെല്ലാം കൂട്ടിയിട്ട് 4 മണിക്കൂർ ഉണ്ടാവും. അവിടെ സ്റ്റേ അടിക്കാനാണ് പ്ലാന്. അറിയില്ല, നോക്കാം എവിടെ എത്തുക. നമ്മളാ ഇറക്കിറങ്ങിയപ്പോൾ തോന്നി എന്തോ വലുത് വരാനുണ്ടെന്ന്. ആ കുത്തനുള്ള സ്റ്റെപ്പ് മൊത്തം നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് അപ്പം എത്തത്തുള്ളൂ. ഈ കുന്ന് കയറണം. വേണ്ടോ, നമ്മളൊരു 60 കിലോ എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റേ ബായി ഉണ്ടോ ഗൈസ്? നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരാളത് അടുപ്പ് പോകുന്നു, ഒരാൾ വെള്ളം എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. തണുപ്പ് വന്ന് ഞങ്ങളെല്ലാം ഗേസും ഗ്ലൗസും എല്ലാ സാധനം ഇട്ടു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോകാനുള്ളൊരു വഴി കാണിച്ചു തരാം. ഇതാണ് വഴി. വഴിയില്ല ശരിക്കും, ഓടയൊക്കെ പിടിച്ച് പോകണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് പോയാൽ ഇതാ, പിന്നെ നോക്കണ്ട, പൊക്കാറ തോട്ടി കിടക്കും. പൊക്കാറല്ല, എന്ത് തോടാ, എന്തേലും തോട്, കാന്തൂർക്ക് തോടോ എന്തേലും ആവട്ടെ, തോട്ടി കിടക്കും. ആ വഴി സിമ്പിളാന്ന് വെച്ച് ചാടിക്കയറി വരാൻ നിൽക്കരുത്. ഇങ്ങനത്തെ കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ജുജുപ്പി. ഇതേതോ മഴയ്ക്ക് ഉരുൾ പൊട്ടിയാണ് ഈ ഭാഗം. അതാണ് ഇവിടെ ഇല്ലേ റോഡ് ഉണ്ടാവുമായിരുന്നു. ഇവിടെ തൊട്ട് അങ്ങോട്ട് മൊത്തം ഒലിച്ചു പോയി താഴോട്ടേക്ക്. അതുകൊണ്ടാണ് ഇവിടെ റോഡില്ലാത്തത്.